തന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ ഡ്രൈവർക്കെതിരെ സോഷ്യൽ മീഡിയയിലും ചില മാധ്യമങ്ങളിലും പ്രചരിക്കുന്നത് പൂർണ്ണമായും വ്യാജ വാർത്തകളാണെന്ന് മന്ത്രി കെ.എ. തുളസി. തന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയ ഡ്രൈവർ മുൻപ് ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോഴും വി.കെ. ശ്രീകണ്ഠൻ എം.പിയുടെ കൂടെയും ദീർഘകാലം ഡ്രൈവറായി ജോലി നോക്കിയിരുന്ന വ്യക്തിയാണെന്നും ഇയാൾക്ക് ഡിവൈഎഫ്ഐയുമായോ മറ്റ് ഇടത് സംഘടനകളുമായോ യാതൊരുവിധ ബന്ധവുമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. മുണ്ടൂർ ഉത്സവ സമയത്ത് കോൺഗ്രസ് പ്രവർത്തകർ പന്തൽ നിർമ്മിക്കുകയും ഡിവൈഎഫ്ഐ ഡി.ജെ. പാർട്ടിയുടെ ചുമതലയേൽക്കുകയും ചെയ്തപ്പോൾ പൊതുവായ ഡി.ജെ. പാർട്ടിയിൽ പങ്കെടുത്തതിന്റെ ഒരു ഫോട്ടോയാണ് ഇപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. തന്റെ നിയമസഭാ മണ്ഡലത്തിലെ എം.എൽ.എ. ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്ന അതേ ദിവസം തന്നെ ഇത്തരത്തിൽ വ്യാജവാർത്ത പടച്ചുവിട്ടതിന്റെ ഉദ്ദേശം വ്യക്തമാണെന്നും എന്നാൽ ഇവർക്കെതിരെ നിയമ നടപടികൾക്കൊന്നും താൻ മുതിരുന്നില്ലെന്നും ഇവർക്കുള്ള ശിക്ഷ ദൈവം നൽകിക്കൊള്ളുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മുണ്ടൂർ കുമ്മാട്ടി ഉത്സവം നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവിടെ പന്തലൊക്കെ കെട്ടിക്കൊടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. അതേസമയം ഡി.ജെ. പാർട്ടി നയിക്കുന്നത് പലപ്പോഴും ഡിവൈഎഫ്ഐ ആണ്. അവരുടെ ഡി.ജെ. പാർട്ടിയിൽ പോയി ആർക്ക് വേണമെങ്കിലും നൃത്തം ചെയ്യാം. അത് ഇന്ന പാർട്ടിയെന്നോ ഇന്ന വ്യക്തിയെന്നോ ഇല്ല. ആർക്കും സ്ത്രീകൾ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ചെറുപ്പക്കാർക്കും ഒക്കെ നൃത്തം ചെയ്യാം. അങ്ങനെ നൃത്തം ചെയ്യുന്ന ഒരു വീഡിയോയിൽ നിന്ന് ആ ചെറുപ്പക്കാരന്റെ മുഖം അടിച്ചു മാറ്റി അത് കാർഡിറക്കി എനിക്കെതിരെ കളിച്ച ആളുകൾക്കെതിരെ കളിപ്പിച്ച ആളുകൾക്കെതിരെ ഒന്നും ഒരു കമന്റും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിനൊക്കെ ദൈവം കൂലി തന്നോളും എന്നുള്ളത് മാത്രമേ ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതോടൊപ്പം ആരോപണ വിധേയനായ വ്യക്തി ഏതെങ്കിലും കോൺഗ്രസുകാരനെയോ യൂത്ത് കോൺഗ്രസുകാരനെയോ മർദ്ദിച്ചതിനോ ഇയാൾക്ക് ഡിവൈഎഫ്ഐയുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെന്നതിനോ വ്യക്തമായ തെളിവ് നൽകിയാൽ ഇയാളെ തന്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് പുറത്താക്കാൻ തയ്യാറാണെന്നും കെ.എ. തുളസി കൂട്ടിച്ചേർത്തു. എന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഇരിക്കുന്ന ഈ പറയപ്പെടുന്ന ചെറുപ്പക്കാരനായിട്ടുള്ള ഡ്രൈവർ, അദ്ദേഹം ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസുകാരനെ ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമമോ ആക്രമണമോ നടത്തിയ വ്യക്തിയാണെങ്കിൽ അതിനൊരു തെളിവ് നിങ്ങൾ എന്റെ മുന്നിൽ കൊണ്ടുവരികയാണെങ്കിൽ, അതുപോലെ ഡിവൈഎഫ്ഐയുടെ മെമ്പർഷിപ്പ് അദ്ദേഹത്തിനുണ്ട് എന്ന് നിങ്ങൾ ഒരു വിശ്വസിക്കാൻ കഴിയുന്ന തെളിവ് എനിക്ക് കൊണ്ടുവരികയാണെങ്കിൽ അടുത്ത നിമിഷം ഈ പറയപ്പെടുന്ന സ്റ്റാഫ് എന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല എന്നുകൂടി അടിവര ഇട്ടുകൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അത്തരത്തിൽ പ്രചരണം നടത്തുന്ന ആളുകൾ അതിൽ നിന്ന് പിൻവാങ്ങി പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ വഷളാകുന്നത് നിങ്ങൾ മാത്രമായിരിക്കും. കാരണം ഒരു എം.എൽ.എ. ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ചടങ്ങ് അത്ര സന്തോഷകരമാക്കണ്ട എന്ന് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി അടുത്ത 5 വർഷക്കാലം ഈ എം.എൽ.എ. ഓഫീസിൽ നിന്ന് ഈ കോങ്ങാട് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ആളുകൾക്കും കൊടിയുടെ നിറം നോക്കാതെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഏറ്റവും മികച്ച സേവനം ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കും എന്നുള്ളതാണ് ഇത്തരത്തിൽ തെറ്റായ പ്രചരണം നടത്തിയ ആളുകളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മന്ത്രിയുടെ നിയോജക മണ്ഡലമായ കോങ്ങാട് എം.എൽ.എ. ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. UTV ന്യൂസ്, പാലക്കാട്.